വിജ്ഞാനം പ്രകാശമാണ്, പ്രകാശധാരയാണ്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൽ മത ഭൗതിക വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തി 1/4 നൂറ്റാണ്ട് പിന്നിട്ട കൊടുങ്ങല്ലൂർ മാടവന ജാമിയ അസീസിയ, അതെ 2.5 പതിറ്റാണ്ടിന്റെ തികവുമായി സാംസ്കാരിക കൈരളിക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്ന മധ്യ കേരളത്തിലെ മഹത്തായ മതഭൗതിക വിജ്ഞാന സമന്വയ കേന്ദ്രം 2009 ഡിസംബർ 19, 20 തീയതികളിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. സിൽവർ ജൂബിലി ഉപഹാരമായി കൊടുങ്ങല്ലൂർ ജാമിയ അസീസിയ ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥി സംഘടനയായ NHS നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പ്രകാശധാര. നിർമ്മാണം നൂറുൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ NHS ജാമിയ അസീസിയ. സംവിധാനം KSM ഷിഹാബുദ്ദീൻ സഖാഫി കാക്കനാട്. സാങ്കേതിക സഹായം മുഹമ്മദ് കുട്ടി സുഹരി മാടവന, അബ്ദുറഹ്മാൻ സഖാഫി പുകയൂർ, സക്കരിയ സുഹരി കാസർഗോഡ്, സുലൈമാൻ സുഹരി മാഞ്ചാടി ആൻഡ് നജ്മുദ്ദീൻ ആലപ്പുഴ. വിതരണം അസീസിയ പബ്ലിക്കേഷൻസ് കൊടുങ്ങല്ലൂർ. ഇത് ചരിത്രമുറങ്ങുന്ന കൊടുങ്ങല്ലൂർ. ഇസ്ലാമിക സംസ്കൃതിയുടെ പൊൻപ്രഭയ്ക്ക് ഇന്ത്യയുടെ മണ്ണിൽ തുടക്കം കുറിച്ച പുണ്യഭൂമി. ഈ കൊടുങ്ങല്ലൂരിലേക്കാണ് പുണ്യ റസൂലിന്റെ പ്രബോധക സംഘം പ്രവാചക കാലഘട്ടത്തിൽ തന്നെ പായക്കപ്പലിൽ അലകടൽ പോലെ ആർത്തിരമ്പുന്ന അലമാലകളെ കീറിമുറിച്ച് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വന്നത്. ഇന്ത്യയുടെ വിഭിന്ന കോണുകളിലേക്ക് പ്രവാചക ശിഷ്യരായ മാലിക് ബിൻ ദീനാറും സംഘവും ഇസ്ലാമിക പൊൻപ്രഭ വാരി വിതറിയത് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നാണ്. അതെ, വിശുദ്ധ മതത്തിന്റെ പ്രഥമ പ്രബോധക സംഘത്തിന് വരവേൽപ്പേകിയ ഈ പുണ്യഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ചേരമാൻ ജുമാ മസ്ജിദ് മതത്തനിമയുടെ മഹത്തായ ഉദാഹരണമായി മാനവലോകത്തിനു മുന്നിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. വിശ്വാസ അനുഷ്ഠാന ആചാര കർമ്മമണ്ഡലങ്ങളിൽ മതനിയമങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരുന്ന മുസ്ലിം സമൂഹം സാംസ്കാരിക കൈരളിയുടെ മണ്ണിൽ ഇസ്ലാമിക സംസ്കൃതിയെ ചോദ്യം ചെയ്യാതെ നൂറ്റാണ്ടുകൾ മുന്നോട്ട് കുതിച്ചു. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഇസ്ലാമിക സംസ്കൃതിയെ തകർക്കാനും മുസ്ലിം സംസ്കാരങ്ങളെ പുച്ഛിക്കാനും ശത്രു സമൂഹം ശക്തമായി രംഗത്തിറങ്ങി. അങ്ങനെ വിശുദ്ധ മതത്തിന് തുടക്കം കുറിച്ച കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നു തന്നെ ഇസ്ലാമിക സംസ്കാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ശത്രു സമൂഹം രംഗത്തിറങ്ങി. 1920-കൾക്ക് ശേഷം കൊടുങ്ങല്ലൂരിലെ എറിയാട് പ്രദേശത്ത് ഐക്യസംഘമെന്ന പേരിൽ മുസ്ലിം ഐക്യത്തെ തകർക്കാനായി പുതിയൊരു സംഘത്തിന് തുടക്കം കുറിച്ചു. മുസ്ലിം വിശ്വാസങ്ങളെയും ഇസ്ലാമിക ആചാരങ്ങളെയും ചോദ്യം ചെയ്യാനായി തുടക്കമിട്ട ഐക്യസംഘം രൂപീകരിച്ചത് ഐക്യവിലാസമെന്ന ഈ കൂടാരത്തിൽ നിന്നാണ്. മതനിയമങ്ങളെ ചോദ്യം ചെയ്ത് മതപരിഷ്കരണവാദികൾ ആദ്യമായി ഉറഞ്ഞു തുള്ളിയത് ഈ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ്. അന്ന് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് ഉറഞ്ഞു തുള്ളിയ നവീനവാദികളുടെ മുന്നിൽ
വിശ്വാസം അടിയറ വെക്കാതിരിക്കാൻ ശക്തമായി രംഗത്തിറങ്ങുകയും ആ തിരുത്തൽവാദികൾക്കെതിരെ പടയോട്ടം നടത്തുകയും ചെയ്ത മഹാരഥനാണ് മർഹൂം EK ഹസൻ മുസ്ലിയാർ. അഹ്ലുസുന്നയുടെ ആദർശത്തെ തകർത്തെറിയാൻ രംഗത്തിറങ്ങിയ ദുശക്തികൾക്കെതിരെ ശക്തമായി ശബ്ദിച്ച ധീര പടയാളി മർഹൂം EK ഹസൻ മുസ്ലിയാർ. ആ ബഹുവന്ധ്യരായ പണ്ഡിതരോടൊപ്പം അന്ന് സുന്നത്ത് ജമാഅത്തിനു വേണ്ടി ശക്തമായി ശബ്ദിച്ച യുവ പണ്ഡിതനാണ് അഭിവന്ദ്യരായ മാടവന ഉസ്താദ്. അതെ, 25 കർമ്മസാഫല്യവുമായി സാംസ്കാരിക കൈരളിക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്ന മാടവന ജാമിയ അസീസിയയുടെ സ്ഥാപകൻ, അഹ്ലുസുന്നയുടെ അജയ്യമായ ആദർശം ജനസമക്ഷം തുറന്നു കാണിക്കുന്ന പ്രഗൽഭനായ പണ്ഡിതൻ, അക്ഷരങ്ങൾ കൊണ്ടമ്മാനമാടി പ്രഭാഷണ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന പ്രതിഭാശാലി, 1981 പ്രസിദ്ധമായ കൊടുങ്ങല്ലൂരിലെ മാടവന പ്രദേശത്ത് നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജ് എന്ന പേരിൽ 4 വിദ്യാർത്ഥികളെ കൊണ്ട് മാടവന ഉസ്താദ് ദറസിന് തുടക്കം കുറിച്ചു. പിന്നീട് 1984 ആത്മീയ ലോകത്തെ പ്രശോഭിക്കുന്ന പൊൻതാരങ്ങളായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹിയുടെയും കമാലുദ്ദീൻ ഉമറുൽ ഖാദിരിയുടെയും ആശീർവാദത്തോടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അജയ്യനായ അമരക്കാരൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മഹത്തായ സ്ഥാപനത്തിന് ജാമിയ അസീസിയ എന്ന് നാമകരണം ചെയ്തു. ഇന്ന് MA അബ്ദുൽ അക്ബർ സാഹിബ് പ്രസിഡന്റും KM മുഹിയുദ്ദീൻ സാഹിബ് സെക്രട്ടറിയുമായി 1/4 നൂറ്റാണ്ടിന്റെ കർമ്മസാക്ഷ്യവുമായി സിൽവർ ജൂബിലി നിറവിൽ വെട്ടിത്തിളങ്ങുന്ന ജാമിയ അസീസിയെ കുറിച്ച് സ്ഥാപകനും പ്രിൻസിപ്പളുമായ അഭിവന്ദ്യരായ മാടവന ഉസ്താദ്